ഗായ്സ്, അപ്പോൾ ദേ അമ്മയുടെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വൈക്കോലിട്ട് നമ്മുടെ വണ്ടി എടുക്കാനും പറ്റിയില്ല, ബസ്സും പോയി, എങ്ങനെയൊക്കെയോ നമ്മൾ അങ്ങ് വണ്ടി എടുത്തു പോന്നു. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ. അങ്ങനെ ദേ നമ്മൾ അമ്മയുടെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിൽ വന്ന വെള്ളം കുടിച്ചിട്ടാണല്ലോ തുടങ്ങുക. അങ്ങനെ ദേ അമ്മയുടെ വക ഒരു സർബത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൂരത്തിരക്കൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അധികം ഗസ്റ്റ് ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ വീട്ടുകാരൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതേ അടുക്കളയിൽ നിന്ന് ചിക്കൻ്റെ മണം കേട്ടപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് അടുക്കളയിൽ പോയി നോക്കിയത്. അവിടെ അതേ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ സെറ്റ് ആയോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഏട്ടനൊന്ന് ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് നമ്മൾ ഫിദുവിൻ്റെ പാപ്പൻ്റെ കൂടെയാണ് കേട്ടോ വന്നത്. അങ്ങനെ അതേ റൂമിൽ നിന്ന് കലപില വർത്താനം കേട്ട് അവിടെ പോയി നോക്കിയപ്പോൾ നമ്മുടെ ടീംസൊക്കെ ഇരുന്ന് കത്തിടിയായി. കൊണ്ടുവന്നതിൻ്റെ നന്ദിയെങ്കിലും കാണിക്കടി എന്നാണ് കേട്ടോ ഇപ്പം അവൻ്റെ മുഖത്തുള്ളത്. അങ്ങനെ ദേ നമ്മൾ ഉച്ച സമയമായപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ദേ നമുക്ക് നമ്മുടെ അമ്മയുടെ പൂര സ്പെഷ്യൽ ഫുഡൊക്കെ നോക്കി വന്നാൽ നമ്മുടെ പയറുപ്പേരിയും ചിക്കൻ കറിയും പപ്പടവും ചിക്കൻ ഫ്രൈയും ഗീ റൈസും സാലഡും അച്ചാറും പിന്നെ സാമ്പാറും നമ്മുടെ സാദാ ചോറും, അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ഫുഡടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും മയക്കത്തിനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇനി പൂര കാഴ്ചകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
അങ്ങനെ അതേ പൂരമൊക്കെ കഴിഞ്ഞ് ആനോളൊക്കെ തിരിച്ചു പോവാണ് കേട്ടോ. നമ്മൾ അമ്മായിയുടെ വീട്ടിലിരുന്നിട്ട് ചെറിയൊരു പൂരം അവിടെ തന്നെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആന ഒന്ന് ഇടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ കാവിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദേ ഇക്കൊല്ലത്തെ പരിയാനം പറ്റ പൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ദേ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അമ്മായി മാമയ്ക്ക് നമുക്കുള്ള അലുവയും പൊരിയും മുറുക്കും എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ തവണയും ഇവിടെ നീ പൊതിയും മേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ പോകാറ്. അങ്ങനെ ദേ നമ്മളെല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഫിദപ്പനൊക്കെ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മുടെ പൂരം വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.